ഹലോ ഗൈസ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ വേസ്റ്റ് പിക്ക് ചെയ്യുന്ന പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഇടുന്നതാണ്. പിന്നെ മറ്റേത് കാർട്ടൂൺ, അതർവൈസ് അല്ല, റീസൈക്കിൾ വേസ്റ്റ്, പ്ലാസ്റ്റിക് ബോട്ടിലും അങ്ങനെയുള്ള സംഗതിയൊക്കെ. അപ്പം നമ്മളിന്ന് 8:46 ഉണ്ട് മോർണിംഗ്, അതാണ് സമയം. അപ്പം ഇന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ചെറിയ മഞ്ഞുണ്ട്, കയ്യിൽ കുട ഉണ്ട്, പോപ്പി കുട. പോപ്പി സ്പോൺസേർഡ് വീഡിയോ. പോപ്പി കേൾക്കുന്നുണ്ടാവുമോ? ഇവിടെ കുട്ടികളെ കൊണ്ടയാക്കാൻ ഇവിടെ എത്ര മണിക്കാണ്? 9 മണിക്കായിട്ടാണ് സ്കൂൾ തുറക്കുന്നത്. കാറുകൾ കുറേ വരുന്നുണ്ട്. ഇവിടുത്തെ സ്കൂൾ ബസ് അത് ആ രീതിയിലാണ്. ഇവിടെ നല്ല വെടുപ്പിന് സ്കൂൾ ബസ് കാണുന്നു. ഇതൊരു ക്രിസ്ത്യൻ കാത്തലിക്. ചില സമയങ്ങളിൽ നമ്മൾ പറയില്ല, ആവശ്യമുള്ള സമയത്ത് ബസ് വരില്ല എന്നുള്ളത്. 3 ബസ് നേരത്തെ, ഇനിയും ഉണ്ടാവും ചിലപ്പോൾ പിന്നിൽ. ഒരേ ബസ് സ്റ്റേഷനിലേക്ക് പോകണം 3 ബസ്സാണ് ആ കാണുന്നത്. 3 ബസ്. ചിലപ്പോൾ ബാക്കോട്ട് നോക്കിയാൽ ചിലപ്പോൾ ഒന്നും കൂടെ ഉണ്ടാവണം. ഒരു പ്രാവശ്യമൊക്കെ 4 ബസ്സൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാം നോ സർവീസ് അല്ല കേട്ടോ, എല്ലാത്തിനും നമ്പറിലുണ്ട്, സർവീസുള്ള ബസ് തന്നെയാണ്. അപ്പം നമുക്ക് നേരെയും പോവാം. പക്ഷേ ഇത് ഷോർട്ട് വഴി ആയതുകൊണ്ട് ഇതാ 4ാമത്തെ ബസ്. അവിടെ 3 ബസ്, 4ാമത്തെ ബസ്. അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കടന്നു. ഇനിയാണ് നമ്മുടെ വണ്ടികളില്ലാത്ത, അധികം ട്രാഫിക് ഇല്ലാത്ത ഏരിയ ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ ട്രാഫിക്കൊന്നും ഇല്ല വല്ലാതെ ഈ ഏരിയയിലല്ലേ. ഇവിടെയൊക്കെ സ്പീഡ് ലിമിറ്റ് ഇതാ 30 ആണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം കാണാറില്ലല്ലോ. നമ്മുടെ നാട്ടിലും പിന്നെ ഏകദേശം 40 ഒക്കെയാണ് ഗ്രാമപ്രദേശങ്ങൾ. ഇതേപോലെയുള്ള പ്രദേശങ്ങളിൽ അത് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്ന കാറാണ്. ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 3 തരം ടെസ്റ്റാണ് എടുക്കുന്നതെന്ന് അറിയില്ല എങ്കിലും. പിന്നെ ഒന്ന് കമ്പ്യൂട്ടർ ടെസ്റ്റാണ്. അതിൽ 20 ക്വസ്റ്റ്യൻ വീതം ഉണ്ടാവും. ഫസ്റ്റ് എഴുതുന്നതാണ്. അത് പാസ്സായി കഴിഞ്ഞാൽ 2ാമത്തെ സെക്ഷനിലേക്ക് പോവുള്ളൂ. 2ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതായത് പിക്ചർ കാണിച്ചിട്ടുള്ള, അത് കുറേ കൂടെ എളുപ്പമാണ്. അതേപോലെ പിക്ചർ കാണിച്ചിട്ട് ഓപ്ഷൻ ഉണ്ടാവും എന്താണെന്നുള്ളത്. പിന്നെ 2ാമത് വരുന്നതാണ്, ഇപ്പം G1 ആണെങ്കിൽ G2 ആണെങ്കിലും ഓക്കെ. G2 നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അവിടുന്ന് DL എക്സ്ട്രാക്റ്റ് എടുത്താൽ മതി. അത് GCC ആണെങ്കിലും പറ്റും, ഗൾഫ് കൺട്രീസ് ആണെങ്കിലും പറ്റും, ഇന്ത്യ ആണെങ്കിലും പറ്റും. ബോക്സ് പാർക്കിംഗ് ഒക്കെ അല്ലേ, ഇങ്ങനെ അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യുക, അങ്ങനെയുള്ള ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജിയിലേക്ക് ഡയറക്റ്റ് പോവാം. ജി തന്നെ റോഡ് ടെസ്റ്റ് ഇട്ട് കാണിച്ചു കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. റോഡ് ടെസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രൈവറോ ഇൻസ്ട്രക്ടർ പറയും, ഇവിടുന്ന് റൈറ്റോ ലെഫ്റ്റ് എന്നൊക്കെ ഉള്ള പറയും. അത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാസ്സാവും. ഇനി അഥവാ തൽക്കാലം G2 എന്ന് പറയാം, സെക്കൻഡ് ലെവലായിട്ടുള്ള ബോക്സ് പാർക്കിങ്ങിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ അതും ജിയും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കനേഡിയൻ ലൈസൻസ് കിട്ടും. ഇനി നമ്മൾ US എന്തെങ്കിലും വിസ കിട്ടി ചേക്കേറുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, US ലൈസൻസ് കൈക്കലാക്കാം. പിന്നെ ഇന്ന് കഴിഞ്ഞ വീക്കിൽ വർക്ക് ചെയ്യുന്നൊരു ബംഗ്ലാദേശ് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഹമ്മദ് യൂനിസ്, നോബൽ പ്രൈസൊക്കെ കിട്ടിയ ആളാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞ ലോക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ലവ് ലോക്ക്, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ലവ് ലോക്ക് ഇതാണ് കേട്ടോ.
ഉണ്ടല്ലേ. അവിടെയൊക്കെ ചില ആൾക്കാർ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എളുപ്പം, അതായത് അഥവാ ഇതാവുകയാണെങ്കിൽ അവർക്ക് നമ്പർ ലോക്ക് ഓൺ ചെയ്തിട്ട് എടുത്താൽ മതിയല്ലോ. ഉണ്ടെങ്കിൽ അത് നമ്പർ ലോക്കാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, അദ്ദേഹം എഴുതിയൊരു ബുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിൻ്റെ പേര് എ വേൾഡ് ഓഫ് 3 zeros. അതായത് 0 പോവർട്ടി, 0 അൺഎംപ്ലോയ്മെൻറ്റ്, ദാറ്റ്സ് വെരി ഗ്രേറ്റ്, ആൻഡ് 0 കാർബൺ ഇമിഷൻ, അതായത് പൊല്യൂഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ടൊറൻറ്റോ ലൈബ്രറിയിൽ ലാസ്റ്റ് വീക്ക് ഓർഡർ ചെയ്തു. ഇന്നലെ അത് അവിടെ പിക്കപ്പ് ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്നുള്ള ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇമെയിൽ നോട്ടിഫിക്കേഷന്. പിന്നെ ഇന്നലെ മഴ ആയതുകൊണ്ട് നമ്മൾ വരുന്ന വഴിയിലാണിത്. അപ്പോൾ ഇന്നലെ മഴ ആയതുകൊണ്ട് ഇന്നലെ അത് എടുക്കാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ ഞാൻ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും പിന്നെ ഓഫീസിലെത്തുമ്പോൾ ലേറ്റ് ആവും. നേരത്തെ ഇറങ്ങുമ്പോൾ നേരത്തെ ഓഫീസിലെത്തുക എന്നുള്ളതല്ലേ നല്ലത്. അപ്പോൾ അത് പിക്ക് ചെയ്യണം. ഏതായാലും ബാക്കി കുറേ കാര്യങ്ങൾ സാധാ പോലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പിന്നെ വെറുതെ ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മളിനി മുതൽ 15 മിനിറ്റ്സിലേക്ക് ഷോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വീഡിയോ. ഇതുണ്ടല്ലേ, ലാസ്റ്റ് വീക്കുള്ള പാലത്തിൻ്റെ മുകളിലുള്ള ലാസ്റ്റ് വീഡിയോയിൽ കാണുന്ന തിരക്കൊന്നുമില്ലല്ലോ. സ്നോ അല്ലാത്തതുകൊണ്ട് ആ തിരക്കില്ല. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ചിലപ്പോൾ ദീർഘദൂര ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏരിയ ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ചളി വരും. ഈ ചളിയും ശ്രദ്ധിക്കണം, കാലിൽ ഞാൻ ചളി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ബസ് സ്റ്റേഷൻ അത് 5 മിനിറ്റിനുള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ ഒരു ബസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ച് സ്പീഡിൽ പോട്ടെ, ഈ ചളിയും ബുദ്ധിമുട്ടാണ് പഠിച്ചോനെ. ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ചിലപ്പോൾ ഈ വഴി ഇങ്ങനെ ക്രോസ് ചെയ്യാറുണ്ട് എന്നുള്ളത്. നമുക്ക് ആ വഴി ക്രോസ് ചെയ്യാം. പുല്ലിലൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ ചളി ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. നോക്കാം. ഇല്ലേ, എർത്ത് ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ ആയി കഴിഞ്ഞാൽ ഈ കാണുന്ന ഭൂമി ഉണ്ടല്ലോ തവിട് പൊടിയാവും. ഒന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ 1400 സ്പീഡിൽ എന്ന് പറഞ്ഞിട്ട് പോവും. എവിടെയെങ്കിലും പോയി മോന്തടിക്കും. അധികം ചളിയായില്ല എന്തുകൊണ്ട്. താങ്ക് ഗോഡ്. എന്നപ്പോൾ എത്ര കാലം ഇതൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോഴും നിരീശ്വരവാദികൾ വിശ്വസിക്കുന്നത് എന്താ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായതാണ്. പലാഡിയം സെക്യൂരിറ്റിയോ സ്റ്റേഷൻ അതാ കാണുന്നു കേട്ടോ. 2024 തുടങ്ങിയതാണ് ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷന്. ആ ഓടുന്ന ദീർഘദൂര ട്രെയിനിൻ്റെ സൗണ്ടാണ്, മറ്റേ ക്രിസ്മസ് വണ്ടിയെപ്പോലെ. ഓക്കെ, നമ്മൾ ഓടട്ടെ. ആ ബസ് പോയി ഗൈസ്. നമ്മൾ ജസ്റ്റ് എത്തുന്ന അവിടെ എത്തിയ സമയത്ത് കണ്ടു പോയി, കാര്യമില്ല. ഇനി 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത ബസ്. ഇനി 5 മിനിറ്റിനുള്ള കേട്ടോ അടുത്ത ബസ് നല്ലത്. അപ്പോൾ നമ്മൾ ഓഫീസിലെത്തുക 9:40 ആകുമ്പോഴാണ്. ഗോ ട്രെയിൻ അതൊരു ഭാഗത്തൂടെ പോകുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചിപ്പോൾ അതാ ഫ്രണ്ടിൻ്റെ കൂടെ വന്ന് ഇവിടെ ഇറങ്ങി. കാരണം ലൈബ്രറി പോകേണ്ടതുള്ളതുകൊണ്ട് ലൈബ്രറി ആ കാണുന്ന അവിടെയാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ വീട്ടിലേക്ക് ഉള്ളൂ. ഈ മാസം വീക്കെൻഡ് ആയതുകൊണ്ട്
ശരിക്കും 6 മണിക്ക് ഇറങ്ങണ്ടേ, ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ഇപ്പോൾ 5:20. പിന്നെ വെതർ, ഈ ആഴ്ചത്തെ വെതർ ഫുള്ള് കോമഡി. ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാൻ പറ്റുമോ നോക്കട്ടെ. ചില ദിവസം ഇന്നിപ്പോൾ മേഘാവൃതമായ ക്ലൈമറ്റ് അല്ലേ, നാളെ റെയിൻ, അങ്ങനെ ആയിട്ട് അത് ഞാൻ നല്ല സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതായിരുന്നു. ഇപ്പോൾ ഉള്ള വെതർ 4 ഡിഗ്രിയാണ്, പക്ഷേ ചെറിയ കാറ്റുള്ളതുകൊണ്ട് 2 ഡിഗ്രി. ഓക്കെ വെതറാണ് ഇത്, പൊളി ക്ലൈമറ്റാണ്. ഇവിടെയാണ് കുറേ ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്നല്ല, ഇങ്ങനെ തന്നെ ആയിട്ടും ടെസ്റ്റ് റണ്ണൊക്കെ ഏകദേശം 1 വർഷത്തോളമായി ഉണ്ടാക്കാൻ. ഇവർ കംപ്ലീഷൻ ഡേറ്റ് പലവട്ടം മാറ്റിയിട്ടുണ്ട് എന്നാണ് കേട്ടത്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ടൊറൻറ്റോയിൽ റെൻറ്റിൽ ഇവിടെ വിളിച്ച് ചോദിച്ചാൽ മതിയെ. ഈ ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെട്രോൾ പമ്പില്ലേ, ആ പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് ലൈബ്രറി. അതിൻ്റെ ഉള്ളിൽ കയറിയ പിന്നെ വീഡിയോ എടുക്കുക, പബ്ലിക് ഏരിയ ആയതുകൊണ്ട്. പക്ഷേ മോശമല്ലേ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് മന്തോ അതിന് മുമ്പത്തെ മാസം ട്രൂഡോ മാറിയില്ല പ്രൈം മിനിസ്റ്റർ. പുതിയ പ്രൈം മിനിസ്റ്റർ കാർബൺ ടാക്സ് കുറച്ചതുകൊണ്ട് പെട്രോളിൻ്റെ വില കുറവാണ്. വലിയ കുറവല്ല കേട്ടോ, ഇത് സെൻറ്റിലാണ് കണക്കാക്കുന്നത്. ആദ്യം 40 ഉണ്ടായിരുന്നു, ഇപ്പോൾ 119 അല്ലേ, 0.9 കേട്ടോ. നമ്മൾ രാവിലെ കാണുന്ന ബസ് സ്റ്റേഷന് അവിടെ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ പിന്നിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതാ ടൊറൻറ്റോ പബ്ലിക് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ, കെന്നഡി എഗ്ലിംഗ്ടണിലാണ് ഇതുള്ളത്. ഇവിടെ കുറേ ഉണ്ട്. ഞാൻ രജിസ്റ്റർ ചെയ്തത് ബെൻഡാല എന്ന് പറഞ്ഞ ഇതാണ്, പക്ഷേ ഇത് പോകുന്ന വഴിക്ക് ഈ ഒരു ലൈബ്രറി ഉള്ളതുകൊണ്ട് ഇവിടെ പിക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലൂടെ വേണമെങ്കിൽ റിട്ടേൺ കൊടുക്കാം കേട്ടോ. കയറുകയാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബുക്ക് എടുക്കുന്നത്. Okay, yeah, we can do so. So I can make. No, so I could do it and then get it sent to Morning Sign. Yes, Yeah. Do you have your card? No problem. What's the pin? The last word is here. I could check. 11:50. And then morning. So you're gonna get a phone call when it's ready to show up. Oh no, phone call or email. Alright, out. It's an email. Whether you need help? Hi there. Hi. Where is your You're gonna have an email when Sorry? and then you have 7 days to find There's a out. meeting. If you Oh, don't figure yeah, it it's out, over then there I for the get business phone class? call. Yeah. See you later. This program room here. Just here. Alright. I have a book to pick up from here, so I'm doing for the first time. So what is the procedure? Do you have your card? Yeah, a soft copy. That's Yeah, okay. what's the last? ഹോൾഡറുള്ള ബുക്ക് ഇവിടെ അങ്ങനെ എടുത്ത് വെക്കും, നമ്മൾ എടുക്കുകയാണ് ചെയ്യല്. നമ്പർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, നമ്മുടെ നമ്പർ. ഇനി സെൽഫ് ചെക്കൗട്ട് പോയിട്ട് ചെയ്യലാണ്. ഇവിടെ ഒരു സെൽഫ് ചെക്കൗട്ട് മെഷീൻ ഉണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ബാർകോഡ് അടിക്കണം.
1 second. Okay, you know what? It's checked out, Yeah. Oh, but okay. the security might still be on. Okay. So if it goes off, it's fine. Oh, oh. Yeah, So but this it is is the checked out receipt. on your account. Sure. നമുക്ക് ഇങ്ങനെ റെസിപ്റ്റ് കിട്ടും. അതിൽ മെയ് 2-നാണ് തിരിച്ചു കൊടുക്കേണ്ടത്. ലൈബ്രറി ഇവിടെ. നമുക്ക് അവിടെ ഇരുന്ന് വായിക്കാം. അപ്പോൾ ഇതിൽ പ്രത്യേക ഇൻഫർമേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ബുക്ക്. നോബൽ പ്രൈസ് വിന്നറാണ്. $28 ബുക്കാണ്. എത്ര പേജ്? ഏകദേശം കഴിയുന്ന 266 പേജാണ്. ബാക്കിയൊക്കെ എന്തൊക്കെയോ നോട്ട്സാണ്.